ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിയുടെയും അനി വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയുടെയും ഒക്കെ അവർ പരസ്പരം വിവാഹം കഴിച്ചാൽ അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അത് ഈ കുടുംബത്തിന് ദോഷകരമായി ബാധിക്കുമെന്നും ഒക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതെല്ലാം നമ്മുടെ ജലജ തിരുമേനിയെ കൊണ്ട് പറയിപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ അവസാനം ഒരു പൂജാരി ഒരു പരിഹാരം പറയുന്നുണ്ട്. ഇന്ന അമ്പലത്തിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും തൊഴുകണം, എന്നിട്ട് ശേഷം ഒരു ചെടിയൊക്കെ തന്നു വിടാം. ആ ചെടി നിങ്ങൾ ഒരു രാത്രി മുഴുവൻ നട്ട് ഒരു രാത്രി മുഴുവൻ അത് വാടാതെ അത് പ്രഭയോടുകൂടി ജ്വലിച്ച് നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിയെന്നും എല്ലാ തടസ്സങ്ങളും മാറിയെന്നുമാണ് അതിൻ്റെ അർത്ഥം, എല്ലാ വിഘ്നങ്ങളും മാറിയെന്നാണ് അർത്ഥം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു ചെടിയൊക്കെ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ നയനയും അതുപോലെ തന്നെ ആദിയും അതുപോലെ തന്നെ നവി എല്ലാവരും കൂടി ആയിരിക്കും ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നതൊക്കെ. അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ നയനെ ഇങ്ങനെ വീഴാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ക്ഷേത്രത്തിൽ നയനെ ഇങ്ങനെ വീഴാനൊക്കെ പോകുമ്പോഴത്തേനും പെട്ടെന്ന് ആദ്യം വന്ന് ഇങ്ങനെ പിടിക്കുന്നൊക്കെ ഉണ്ട്. അത് നമ്മുടെ ദേവയാനി അങ്ങ് മാറി നിന്ന് കാണുന്നുണ്ട്. എന്നിട്ട് എന്തുവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കലിപ്പോടെ പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആദ്യം വന്നിങ്ങനെ താങ്ങിയെടുത്ത് നമ്മുടെ നയനയ്ക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. നയന ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കണ്ണിൽ കണ്ട് നോക്കിയൊക്കെ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ജലജയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ നവ്യ യഥാർത്ഥത്തിൽ തന്നെ ഗർഭിണിയായിരിക്കും കേട്ടോ. ഗർഭിണിയാകുക. അങ്ങനെ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ നശിപ്പിക്കണം എന്ന ചിന്തയിൽ നമ്മുടെ അഭിയും ജലജയും പിന്നാലെ തന്നെ കൂടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നവ്യ നടക്കണ വഴിയിൽ എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നവ്യ വീഴാനൊക്കെ പോകുന്നുണ്ട്. അവിടെ നയനെ വന്ന് പെട്ടെന്ന് രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നവ്യക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ് ഇവരോട് രണ്ടുപേരോടും. അങ്ങനെ ഇവരാണിത് ചെയ്തതെന്ന് മനസ്സിലാക്കുന്ന നവ്യ അപ്പോൾ തന്നെ അവിടെയുള്ള ആ ഒരു തിരുമേനിയോട് ചെന്നിട്ട് ഇങ്ങനെ ഈ ജലജയും അഭിയും തന്നോട് കാണിക്കുന്ന ക്രൂരതകളും തൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് പ്രകാരം തിരുമേനി പറയുന്നുണ്ട്, ഒരു ജീവനെ അപഹരിക്കാൻ നോക്കുമോ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയും ഉണ്ടോ മനുഷ്യർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തിരുമേനി അതിന് വേണ്ടുന്ന വഴികൾ ഞാൻ ചെയ്തോളാം, മോൾ ധൈര്യമായിട്ട് പോയിക്കോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ മുത്തശ്ശനും എല്ലാവരും പ്രശ്ന പരിഹാരങ്ങൾക്കൊക്കെ ആയിട്ട് അവിടെ വന്നിരിക്കുമ്പോഴത്തേന് ആ ചെടിയൊക്കെ നമുക്ക് അനിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ശേഷം പറയുന്നുണ്ട് ഇവരുടെ ജീവിതത്തിലും എന്തൊക്കെയോ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, അതിന് ഈ കുട്ടിയുടെ അമ്മായിയമ്മയായിരിക്കണം പരിഹാരം ചെയ്യേണ്ടത്. പരിഹാര ക്രിയകൾ ചെയ്താൽ എല്ലാ വിഘ്നങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറി സന്തോഷത്തോടെ ഇവർ ജീവിക്കും. ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു, ആ കുഞ്ഞിൻ്റെ ഐശ്വര്യമായിരിക്കും പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശനൊക്കെ ഒരുപാട് സന്തോഷമാകുകയാണ്. പെട്ടെന്ന് ജലജയ്ക്കാണെങ്കിൽ അങ്ങ് ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് കലിയിളകി നിൽക്കുകയാണ്. അങ്ങനെ ആ തിരുമേനി പരിഹാരം പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നത് എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്തോളാം, ഞങ്ങൾ ആരും വേണം ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഇല്ല, നിങ്ങൾ ആരും ചെയ്താൽ അതിന് ഫലം കിട്ടില്ല, കുട്ടിയുടെ ഭർത്താവിൻ്റെ അമ്മ തന്നെ വേണം അത് ചെയ്യാൻ എന്ന് പറയാണ്. ഭർത്താവും ചെയ്യണം, എന്നാലേ ഇതിനൊക്കെ ഫലം കിട്ടുകയുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ തിരുമേനി പറയാണ് 50 തേങ്ങ തല കൊണ്ട് ഉടയ്ക്കണം, ആ വിഘ്നങ്ങളെല്ലാം മാറട്ടെ എന്ന് പറയണം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജലജയുടെ ബോധം കെടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യമൊക്കെ കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ട്, അവരിരുന്ന് ചിരിക്കണമൊക്കെ കാണുന്നുണ്ട്. അപ്പം ജലജ ചോദിക്കുന്നുണ്ട് 50 തേങ്ങയോ തല കൊണ്ടോ, അതൊന്നും എനിക്ക് പറ്റില്ല, വേണമെങ്കിൽ ഇവളോട് ചെയ്യാൻ പറ. ഇപ്പോൾ ഉടനെ മുത്തശ്ശൻ പറഞ്ഞിട്ട് എന്താ ജലജ ഈ പറയുന്നത്, നിനക്ക് എന്താണ് കുടുംബത്തിലെ എല്ലാ തടസ്സങ്ങളും മാറണ്ടേ, കുറച്ച് ബുദ്ധിമുട്ടുന്നത് നല്ലത് തന്നെയാണ്, നിൻ്റെ മരുമകൾക്കും നിൻ്റെ മകനും ഒക്കെ വേണ്ടിയിട്ടല്ലേ, കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ നിവൃത്തിയില്ലാതെ ജലജ സമ്മതിക്കുകയാണ്. അവസാനം ജലജ ഇങ്ങനെ തലയിൽ തേങ്ങ ഒക്കെ പൊട്ടിച്ച് ആവശ്യമായി കിടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിലും വലുതെന്തോ വരാനിരുന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കിടക്കുകയാണ് കേട്ടോ. ശേഷം നമ്മുടെ അഭിക്കിട്ട് ഒരു പണി കൊടുക്കുന്നുണ്ട്. അഭിയോട് പറയുന്നുണ്ട് നാക്ക് നീട്ടി നിന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയണം. അങ്ങനെ അഭി കണ്ണടച്ച് നാക്ക് നീട്ടുമ്പോഴത്തേനും പെട്ടെന്ന് ശൂലം കുത്തുവാണ്. അങ്ങനെ ആ ശൂലം കൊണ്ട് വന്ന് എല്ലാവരുടെയും കാലിൽ നമസ്കാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ അടുത്ത് വന്ന് നമസ്കാരമൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം കണ്ട് നമ്മുടെ നവ്യ ആകെ ചിരിയൊക്കെയാണ് കേട്ടോ. അപ്പം നയന വന്നിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ചേച്ചി ഈ കാട്ടിക്കൂട്ടണേ, എന്തായാലും തിരുമേനി പറഞ്ഞ പരിഹാരങ്ങൾ ഇതൊന്നും അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ചേച്ചിയുടെ കൈകടത്തിൽ ഇതിനകത്തുണ്ട് എന്ന് പറയുമ്പം പിന്നെ എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കുന്നത്, നിന്നെപ്പോലൊന്നും അല്ല ഞാൻ, എനിക്കിങ്ങനെ നിന്നെപ്പോലെ മിണ്ടാതിരിക്കാൻ കഴിയില്ല, എന്നെ അവർ വീഴ്ത്താൻ നോക്കി, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എൻ്റെ കുഞ്ഞിനത് ബാധിക്കില്ലേ, നിനക്ക് അങ്ങനെയൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് തിരിച്ചു പോകാൻ കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും വീട്ടിലേക്കൊക്കെ വരികയാണ്. പിന്നീട് കാണിക്കുന്നത് ഈ ചെടിയൊക്കെ നടുന്നതാണ് കേട്ടോ. അങ്ങനെ ചെടി രണ്ടുപേരും കൂടെ നടുകയാണ്. അങ്ങനെ രാത്രി ആകുമ്പോഴത്തേനും നമ്മുടെ ജലജയാണെങ്കിൽ ചുമ്മാ ഇരിക്കത്തില്ലല്ലോ ജലജ, എന്തായാലും ജലജ എല്ലാവർക്കും കൂടെ ഒരു പണി കൊടുക്കാൻ തന്നെ നടക്കുകയാണല്ലോ. അങ്ങനെ ജലജ വന്ന് ആ ചെടി മാറ്റി ഒരു കൃത്രിമ ചെടി, അതുപോലെ തന്നെയുള്ളൊരു കൃത്രിമമായിട്ടുള്ളൊരു ചെടി കൊണ്ട് വെക്കുകയാണ്. അത് ഇച്ചിരി വാടി കരിഞ്ഞ് തുടങ്ങിയ ചെടിയായിരിക്കും കേട്ടോ. അങ്ങനെ അനി രാത്രിയിൽ വന്ന് നോക്കുമ്പോൾ
കൊണ്ടുവച്ചതിനേക്കാളും അത് വാടി നിൽക്കുന്ന കാണുവാണ്. രാവിലെ എന്തായാലും ഇത് വാടും, ചെടി മാറ്റി വെച്ചാലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ടേ. പെട്ടെന്ന് അനി ഓർക്കുന്നുണ്ട്, വേണ്ട, എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്, എൻ്റെ കുടുംബത്തിലുള്ളവരെ ബാധിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ, അതെനിക്ക് തീരാ ദുഃഖമല്ലേ, അതുകൊണ്ട് കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, ഈശ്വരൻ ഞങ്ങളെ ഒരുമിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിപ്പിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറഞ്ഞിട്ട് അനി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നയനയ്ക്ക് കിടന്നിട്ട് ഉറക്കം പറഞ്ഞില്ല. അങ്ങനെ നയനയും വന്ന് ചെടി നോക്കുമ്പോൾ മൊത്തം വാടി കരഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ നയന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അവൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് വിവാഹത്തിന് വേണ്ടി, അവൻ്റെ മനസ്സ് വേദനിക്കുന്ന കാര്യം എനിക്ക് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ അവന് സന്തോഷത്തോടെ ജീവിക്കുന്നത്, ഇഷ്ടമുള്ള ആളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നതിലും വലിയൊരു ജീവിതം നമുക്ക് വേറെ കിട്ടാനില്ല. ഞാനിപ്പോൾ ജീവിക്കുന്നത് കണ്ടില്ലേ, അതുപോലെ ആയിരിക്കരുത് അവനും, അവൻ ഇഷ്ടമുള്ളവരുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് ഈ ഏട്ടത്തിയായ എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ ആ ചെടി അവിടെ നിന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലൊരു ചെടി കൊണ്ടുവെക്കുകയാണ്, നല്ല തളിർത്ത് വളരുന്ന ഒരു ചെടി കൊണ്ടുവെക്കുകയാണ് കേട്ടോ. അങ്ങനെ രാവിലെ ജലജ എണീറ്റ് വരുമ്പോൾ വീട്ടിനുള്ളിൽ ആരെയും കാണുന്നില്ല, അനക്കൊന്നുമില്ല. അങ്ങനെ ജലജ മുറ്റത്തേക്ക് പോകുമ്പോൾ എല്ലാവരും ആ ചെടിയുടെ ചുറ്റും കൂടി നിൽക്കുകയാണേ. പെട്ടെന്ന് ജലജ ചെടി വാടിക്കരഞ്ഞിരിക്കുന്ന കണ്ടിട്ട് എല്ലാവരും സങ്കടപ്പെട്ട് കണ്ണീരൊഴുകിയായിരിക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും ജലജ അവിടേക്ക് ചെല്ലുന്നത്. നോക്കുമ്പോൾ എല്ലാവരുടെ മുഖത്ത് പുഞ്ചിരിയാണ്. ചെടി നന്നായിട്ട് തളിർത്ത് വളർന്ന പോലെ നിൽക്കുകയാണ്, നല്ല തളിരിലകളൊക്കെ വന്നതുപോലെ നിൽക്കുകയാണേ. അത് കാണുമ്പോൾ ജലജ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ, ഞാൻ ഇന്നലെ ചെടി മാറ്റി വെച്ചാണല്ലോ, ഇതെന്തോ മറിമാൻ, ഇതാരോ എന്തോ പണി ചെയ്തിട്ടുണ്ട്, എന്നേക്കാൾ വലിയ കുബുദ്ധി ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ, എന്തായാലും ഒന്ന് കണ്ടുപിടിക്കണം, എല്ലാ പ്ലാനിങ്ങും പൊളിയാണല്ലോ, പണികളെല്ലാം തിരിച്ച് എനിക്കിട്ട് തന്നെ വരുവാണല്ലോ എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ ജലജ. അങ്ങനെ അനിയാണെങ്കിൽ നമ്മുടെ നയനയുടെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടത്തി എനിക്ക് വേണ്ടി ചെയ്തതാണ്, എനിക്ക് മനസ്സിലാകും, ഞാൻ കണ്ടിരുന്നു ഇന്നലെ ഏട്ടത്തി ചെടി മാറ്റി വെക്കുന്നത്, എന്തായാലും ഏട്ടത്തിയെ ഞാൻ എൻ്റെ അമ്മയെപ്പോലെ, അമ്മയെക്കാട്ടിലും ഞാനിപ്പോൾ സ്നേഹിച്ചു പോവുകയാണ്, എന്തായാലും ഏട്ടത്തിയുടെ ഈ നല്ല മനസ്സിന് എന്നേക്കാൾ നല്ല ജീവിതം ഏട്ടത്തിക്കായിരിക്കും കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എൻ്റെ ജീവിതം നീ കാണുന്നല്ലടാ, ഇതിൽ കൂടുതൽ ഇനി എനിക്ക് എന്ത് വരാനാണ്, പക്ഷേ നീ എൻ്റെ അനിയനാണ്, നിനക്ക് നല്ലൊരു ജീവിതം, നീ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു, നിൻ്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം, അതുകൊണ്ടാണ് ഇത് തെറ്റാണെന്ന് എനിക്കറിയാം, എങ്കിലും നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ, നിൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ, ഈശ്വരൻ എന്നോട് പുറത്തോളും എന്ന് പറഞ്ഞിട്ട് നയന കയറി പോവാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ആദ്യം അവിടെ നിൽപ്പുണ്ടായിരിക്കുവേ. ഉടനെ ആദ്യം നയനയോട് പറഞ്ഞിട്ട്, എടോ താങ്ക്സ് എന്ന്. താങ്ക്സോ എന്തിന്, അല്ല താൻ ചെടിയൊക്കെ മാറ്റി വെച്ചില്ലേ, എന്തായാലും അതുകൊണ്ടല്ലേ ഇന്ന് എല്ലാവരുടെ മുഖത്ത് ഈ ഒരു സന്തോഷം കണ്ടത്, അല്ലെങ്കിൽ വാടിക്കരിഞ്ഞ് നിൽക്കുന്ന ആ ചെടി കാണുമ്പോൾ ഇന്ന് എല്ലാവരും മൂകതയായനെ. അതുപോലെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് അനിയായിരിക്കും, അവൻ ഒരുപാട് ആശിച്ച ജീവിതമല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടും സ്നേഹവും എല്ലാം ഈ കുടുംബത്തോടും കുടുംബത്തിലെ അംഗങ്ങളോടും ഒക്കെയാണ്. അവൻ എൻ്റെ രക്തം തന്നെയല്ലേ അവൻ. അപ്പോൾ അവൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്. അവൻ്റെ മുഖത്ത് ഇന്ന് വിരിച്ച ആ ഒരു സന്തോഷം, ആ ഒരു ചിരി, അതെൻ്റെ മനസ്സ് തന്നെ നിറച്ചു. അത് താനല്ലേ, എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുമ്പം, അപ്പോൾ എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞാനൊരു കള്ളത്തരം കാണിച്ചപ്പോൾ എന്തൊക്കെ പുകിലായിരുന്നു, അതിന് എന്തൊക്കെ എന്നോട് കാട്ടിക്കൂട്ടി, ഇപ്പോൾ സ്വന്തം അനിയന് വേണ്ടി ചെയ്തപ്പോൾ അതൊന്നും ഒരു തെറ്റല്ല അല്ലേ. വിടോ, അവരെന്ന് പറഞ്ഞാൽ കള്ളഗർഭം അഭിനയിച്ച് എല്ലാവരെയും അഭിനയിച്ച് എല്ലാവരുടെയും മനസ്സിനെ വിഷമിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇതതുപോലെയല്ല, ഒരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന രണ്ടുപേരുടെ ഹൃദയമാണ് താനിന്ന് കുളിർപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ പിന്നെ നയന ഒന്നും പറയുന്നില്ല. എന്നിട്ട് നയന പറയുന്നുണ്ട്, എന്തായാലും എല്ലാവരും ഒരുപോലെ തന്നെ എല്ലാവരെയും കാണണമെന്ന് പറയുമ്പം എനിക്ക് ആ പരിഗണനയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നുണ്ട്, എല്ലാ പരിഗണനയും എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട്, അതിന് സമയമാകുമ്പം എല്ലാവരിലേക്കും അത് എത്തിച്ചേരുകയും ചെയ്യും എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്